ഹലോ ഗൈസ്, ജിസോ ഫ്ലോവിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് കാറിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. തക്കടും മുന്നരയൊക്കെ നല്ലോണം കിടന്ന് ഉറങ്ങിപ്പോട്ടോ പുറയുന്നു. അപ്പോൾ നമ്മൾ നട്ടുച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ചിരുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ വിളിക്കുന്നത്. ഏത് ഒരു നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ പാഴ്സൽ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വരണം, അപ്പോൾ നാളെ ലീവ് ആയതുകൊണ്ട് പെട്ടെന്ന് വരണം, വന്നെടുക്കണമെന്ന് പറഞ്ഞു. ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കതാണ് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു ആഗ്രഹം ഇത് എന്നാ സംഭവം അറിയണ്ട. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടൂസും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ അവർ എന്താ പറയുക ഒരുങ്ങിയ പാടെ തന്നെ നമ്മൾ വണ്ടി എടുത്ത് പോകുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. ഇത് അയച്ചേക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മൃദുല ചേച്ചിയാണ് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ലൈഫിൻ്റെ അകത്ത് നമുക്ക് വീണ് കിട്ടിയേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് നമുക്ക് വീണ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലി ആയിട്ട് ചേർന്ന് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവർ എപ്പോഴും മെസ്സേജ് അയക്കുമോ, നമ്മളെ എപ്പോഴും മെസ്സേജ് അയച്ചിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അയക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കുമല്ല. പക്ഷെ എങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞാലും അവർ നമ്മുടെ നല്ല നിമിഷങ്ങളെ നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ പുള്ളി എന്നോട് മൃദുല ചേച്ചി കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു, എനിക്ക് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചായിരുന്നു. പിള്ളേരുടെ എല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് കാര്യങ്ങളൊന്നും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല എന്ന സംഭവം. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ചേച്ചീൻ്റെ പേര് പറയുന്നത് ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ചേച്ചീനെ വിളിച്ച് ചോദിച്ചിട്ട് പേര് പറയുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ ഞാൻ ഇത് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം പേരും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ പറഞ്ഞ പേരുകളൊക്കെ നിങ്ങൾ കേൾക്കും. അല്ലെങ്കിൽ അവിടെ കീ കൂന്ന് എന്തെങ്കിലും സൗണ്ടോ അല്ലെങ്കിൽ അത്ര സൗണ്ട് ബ്ലറായിരിക്കും, അതായത് ഞാൻ ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അതായത് എനിക്ക് ഞങ്ങളുടെ ആ ഒരു ആവേശത്തിൽ ഞങ്ങൾ എടുക്കുന്നതാണ് വീഡിയോ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എന്താണ് ഇതിനകത്ത് ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ചേച്ചി കാര്യമായിട്ട് ഇട്ടിട്ടുണ്ട്. ജിജോക്കെ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് പൊട്ടിച്ച് നോക്കാൻ പോകണം. ഇത് അല്ലാണ്ട് പൊട്ടിക്കൽ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇത് അതുപോലെ സേഫ്റ്റി ആയിട്ട് ഈ സംഭവം എല്ലാം പാക്കിങ് അപാര പാക്കിങ് ആണ് കേട്ടോ. ഇത് മറ്റേത് പൊട്ടിക്കാനാണെന്ന് തോന്നുന്നില്ല അവിടെ. ഞാൻ നല്ല എൻ്റെ ഇതും കൊണ്ട് ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പെട്ടെന്നെല്ലാം കൂടെ പൊട്ടിക്കുന്നതാണ് കേട്ടോ. ഇതെനിക്ക് ഇനി വെച്ചോണ്ടിരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ശേഷിയില്ല. അപ്പൊ ഗൈസ് ഇതിങ്ങനെ പൊട്ടിക്കാമോ? ഇപ്പൊ ഗൈസ് കുറെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അമ്മോ, ഇത് സംഭവം ഒരുപാടുണ്ടല്ലോ ഗൈസ്. രക്ഷയില്ല ഗൈസ്. അമ്മോ, എനിക്ക് വയ്യ. എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇത് എന്നതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് ചോക്കോസും നോക്കണ്ടേ. പണ്ട് നമ്മള് സ്ഥിരമായിട്ട് ഫാമിലി വ്ലോഗ് ഇടുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ എനിക്ക് പിള്ളേർക്ക് ഇത് ഓരോരുത്തർക്ക് എനിക്ക് വന്ന 3 കുട്ടികൾക്കാണ് കേട്ടോ. 3 പിള്ളേർക്കും ചേച്ചി സെപ്പറേറ്റ് സാധനങ്ങൾ മേടിച്ച് വിട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് ചാൻസ്. ഇത് തക്കിരീന്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. തക്കിരിക്ക് ഉള്ള സാധനങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് തക്കിരീന്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഡ്രസ് കണ്ട് തക്കീന്റെ ഉടുപ്പ്, നല്ല ഉടുപ്പ്, പിന്നെ ഹെയർ ബാൻഡ് സംഭവങ്ങള്, ഒരു റായ്, ഫുൾ സെറ്റ്. അതേപോലെ തന്നെ അടുത്ത ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ. ഓരോരുത്തർക്കാണ് കേട്ടോ. അമ്മോ, അത് വേണ്ട. പിന്നെ ഒരു ഷാള്, പിന്നെ അടുത്ത 2 ആൾക്ക്. ഇത് ഷാളോ നെറ്റോ അങ്ങനെ എന്തോ കേട്ടോ. അതാണോ ഉടുപ്പാണോ ഷാളാന്ന് തോന്നുന്നു അല്ലേ. നല്ല അടിപൊളി ഒരു ഷാളുണ്ട് കേട്ടോ ഇതിലൂടെ. പിന്നെ ഇത് 2 എന്താടി യൂണിബിക്കിന്റെ ചോക്ലേറ്റ് ആട്ടോ. യൂണിബിക്കിന്റെ ബിസ്ക്കറ്റ് അടിപൊളി സൂപ്പർമാൻ എഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഇത് നമുക്കിതൊരു അനുഭവം തന്നെയാണ്. എനിക്കൊന്ന് ഏകദേശം കൊല്ലം നിർച്ചേച്ചി എനിക്ക് തന്നു വിടുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നിർച്ചേച്ചി എന്റെ പൊന്നെ
ഒന്നും പറയണ്ട കേട്ടോ. ഇതാ ഇഷ്ടം പോലെ സാധനം, ഇത് തിന്നാ തീരുവാത്ത പോലെ ഉണ്ട്. ഓക്കെ, 2 പെട്ടി ഇതുണ്ടോ, 2 പെട്ടി ചോക്ലേറ്റ് ഫുള്ള്. പിന്നെ അല്ലാതെ സെപ്പറേറ്റ് വേറെ ഉണ്ട് കേട്ടോ. ഇതാ ഇതുണ്ടോ, എന്റെ അമ്മോ, നിനക്ക് എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, സത്യം പറയാതെ. കാരണം എല്ലാ പ്രാവശ്യം ഓർത്തിരുന്ന് ചേച്ചി അയക്കും കേട്ടോ. ചേട്ടയുടെ പിറന്നാളിനോടനുബന്ധിച്ച് അയക്കുന്ന തക്കടൂന്റെ പിറന്നാള് ഒരു മാസം, രണ്ടുപേരുടെ ഒരേ മാസം. മെയ് 4. അപ്പൊ വീഡിയോ നിങ്ങൾ കാണുന്നത് മെയ് 3-ാം തീയതി ആയിരിക്കും. ഞങ്ങൾ അൺബോക്സ് ചെയ്യുന്നത് മെയ് 2-ാം തീയതിയാണ്. മെയ് 3-ാം തീയതി ആയിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത്. മെയ് 4, അതായത് നാളെ നിങ്ങൾ വീഡിയോ കാണുന്നത് പിറ്റേ ദിവസം എന്റെ പിറന്നാളാണ്. മെയ് 13-ാം തീയതി തക്കടൂന്റെ പിറന്നാള്. തക്കടൂന് 5 വയസ്സാവും അല്ലേ? തക്കടൂന് 5 വയസ്സ്, 34 വയസ്സ്. എനിക്ക് 34 വയസ്സാവും. വയസ്സ് ചില ആൾക്കാർ വയസ്സ് പറയല്ലോ, പക്ഷെ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് 34 വയസ്സും തക്കടൂന് 5 വയസ്സും ആവും. ഓക്കെ, 34 32 32 അല്ല 34. അപ്പൊ ഗൈസ് ഞാൻ 32 പറഞ്ഞിരിക്കും. അപ്പൊ ഗൈസ് ചേച്ചിക്ക് 1000 താങ്ക്സ് അല്ലേ. എനിക്കങ്ങനെ സത്യം പറയാം, നമുക്കങ്ങനെ ഗിഫ്റ്റ് ഇട്ട് തരാൻ വേണ്ടി അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഇല്ല. കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ എനിക്ക് ഗിഫ്റ്റ് ഇട്ട് തരുന്നത്. പണ്ടൊക്കെ കുറെ ഒരുപാട് പേരുണ്ട്. കാരണം നമ്മൾ അന്നേരം ആ ഫാമിലി വ്ലോഗ് ചാനൽ, ഈ ഒരു ചാനൽ നല്ല രീതിയിൽ ആക്റ്റീവായി കുട്ടികളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ഇട്ട് വരുമായിരുന്നു. പിന്നെ നിങ്ങളിപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോൺ അടക്കം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് ലൈഫിന്റെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ചെന്നൈയിലുള്ള ഒരു ഡോക്ടർ എനിക്കെന്താ ഒന്നുമില്ല, ഞാൻ ആ ചെറിയ ഷെഡിന്റെ അത് എനിക്ക് എന്റെ വീഡിയോന്റെ ക്ലാരിറ്റി കണ്ടിട്ട് ആ സമയത്ത് ഇപ്പം വരെ ഞാൻ ഫോൺ മാറ്റിയിട്ടില്ല. അതെ, ഞങ്ങൾ ഇന്ന് ഈ ഒരു രീതിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എനിക്ക് ഈ ഒരു ഫോൺ, നിങ്ങളിപ്പം വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഫോൺ എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. iPhone 30 ആണ്. അപ്പൊ അങ്ങനെയൊക്കെ എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, പല മൃദുല ചേച്ചി അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ കൂടെ നിന്നിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ആളാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ വണ്ടി വെച്ച് തന്നെ ഇത് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളങ്ങ് ഇപ്പോഴും തന്നെ ചെയ്തതാണ്. വീട്ടിൽ ചെന്നിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരുടെ സൗണ്ടും കാര്യങ്ങളും, ഇവിടെയാണ് പിള്ളേർ ഇപ്പം കിടന്ന് ഉറങ്ങുവാണ്. നല്ല അത് മാത്രമല്ല പുറമേ നിന്നുള്ള സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുന്ന് വണ്ടിയിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും വീഡിയോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം ഗൈസ്, അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.